ഇത് ഈ സിസ്റ്റത്തിനെതിരെയുള്ള ചേച്ചിയുടെ പ്രതിഷേധം കൂടിയാ. മൊത്തത്തിലുള്ള ഇതാരും കാണണ്ടേ, എന്താ കാണാത്തെ, എന്ത് സ്വന്തം ജീവിതം എടുത്തു വെച്ചിട്ട് ഒരു ആള് കാണാനില്ല. ഇത് മിക്കവാറും എന്റെ ഞാൻ പറഞ്ഞ സംഭവിക്കും. സ്വന്തം ജീവിതകഥ പറഞ്ഞിട്ട് പോലും കാണുന്നില്ല. കാണുന്നില്ലെന്നല്ല, കാണുമായിരിക്കും. നമ്മൾ 18-ാം തീയതി അറിയാൻ കാണുവാണല്ലോ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു അവസാന സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഷീല ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് സ്വന്തം ജീവിതം സിനിമയാക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അതാണ് ഈ വരുന്ന രവീന്ദ്രൻ നീ എവിടെ ഇല്ല. അത് നിനക്ക് വളരെ നല്ലതായിരിക്കും. അയ്യോ, പ്രൊഡ്യൂസർ പടം കണ്ടിട്ടില്ലെന്നോ? അറിയാൻ വേണ്ടിയെങ്കിലും കാണും. അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. രവീന്ദ്രൻ നീ എവിടെ 2 രണ്ടും കൽപ്പിച്ചാണെങ്കിൽ ഇറങ്ങിയൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടോ, എൻ്റെ ആത്മകഥ പറഞ്ഞിട്ട് പോലും ആൾ കാണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിനുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞു. ആ എന്ത് പ്രതിഷേധമാണ്? ഒന്ന് പറഞ്ഞു നാട്ടുകാർ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ സിസ്റ്റം